പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. 99 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തെ ഏറ്റവും ആദരണീയനായ മുഖങ്ങളിലൊന്ന്, ആദരണീയനായ വ്യക്തികളിലൊന്ന്, അങ്ങനെ ഒരു സാന്നിധ്യമാണ്. കേരളം ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു പേരാണ് ഇപ്പോൾ മാഞ്ഞു പോകുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? മലയാള സാഹിത്യ ലോകം സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സാനുമാഷ് വിടവാങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അമൃത ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അടുത്തിടയ്ക്കാണ് അദ്ദേഹം ഒന്ന് വീണ് അദ്ദേഹത്തിന്റെ നട്ടെല്ലിന്, ഇടുപ്പെല്ലിന് ചെറിയ പരിക്കേറ്റ് അതിന്റെ ശസ്ത്രക്രിയയ്ക്കായി അമൃത ആശുപത്രിയിൽ പോയതായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശ്വാസതടസ്സവും തുടർന്ന് ന്യൂമോണിയയും അനുഭവപ്പെട്ട് വെന്റിലേറ്ററിൽ ആയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 96 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മലയാള സാഹിത്യത്തിന് തീരാ നഷ്ടമായി തന്നെ നമുക്ക് എം.കെ. സാനുവിന്റെ വിയോഗത്തെ രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ 7 മണിയോടുകൂടി മൃതദേഹം അമൃത ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും, നാളെ ആയിരിക്കും സംസ്കാരവും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഏറെ നാളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവസാന നാളുകളിലും ഈ സാംസ്കാരിക മേഖലയിലെ പരിപാടികളിലടക്കം കൊച്ചിയിൽ സജീവമായി തന്നെ എം.കെ. സാനുമാഷ് ഉണ്ടായിരുന്നു, നിറഞ്ഞു നിന്നിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി പ്രകാശനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവസാന നാളുകളിൽ പോലും സാഹിത്യ മേഖലയിൽ നിറഞ്ഞു നിന്ന സാംസ്കാരിക പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമായി മാറിയ വ്യക്തി കൂടിയാണ് സാനുമാഷ്. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളിലാണ് അദ്ദേഹം. ശരി നവമി, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ വി.എം. സുധീരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി.എം. സുധീരൻ, കേരളത്തിന് എന്തു ചോദ്യങ്ങൾക്കും ഉത്തരമായി അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ സാനുമാഷ് ഉണ്ടായിരുന്നു എന്നതാണ് ഇത്രയും കാലത്തിന്റെ, ഈ നമ്മൾ ജീവിച്ച കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സാനുമാഷാണ് വിടവാങ്ങുന്നത്. സാനുമാഷയുടെ വേർപാടിൽ വളരെയേറെ ദുഃഖിക്കുകയാണ്. അങ്ങേറ്റം സങ്കടകരമാണത്. കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാനുഭാവനായ വ്യക്തിയാണ് അദ്ദേഹം. സാഹിത്യ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠ സ്ഥാനത്ത്, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആദരണീയമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. മഹാരാജാസ് കോളേജിലെ അധ്യാപകൻ എന്ന നിലയിൽ വയലാർ രവി, എ.കെ. ആന്റണി എന്നു വേണ്ട ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഗുരുവായി, അവർക്കൊക്കെ അദ്ദേഹവുമായി വളരെ അടുപ്പം അന്നും ഇന്നൊക്കെ പുലർത്തി പോരുന്നുണ്ട്. രചന രംഗത്തും വിമർശന രംഗത്തും മറ്റ് സാഹിത്യത്തിന്റെ വിവിധ ശാഖകളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ മഹത്തരങ്ങളാണ്. ഇടയ്ക്ക് അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നു. നിയമസഭയിലെ പ്രൗഢോജ്വലമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. സാമൂഹ്യ രംഗത്ത് എടുത്തു പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവിതത്തെ, അദ്ദേഹം നൽകിയ മഹത്തായ സന്ദേശങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായ സത്യസന്ധമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏതൊരു മഹത്തായ ദൗത്യം നിറവേറ്റാനാണോ മഹത്തായ FNDP യോഗത്തെ രൂപീകരിച്ചത്, ആ ലക്ഷ്യങ്ങളൊക്കെ കൈവിട്ടുകൊണ്ട് അതിന് തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ ഒരു ശുദ്ധീകരണത്തിന്റെ, പരിവർത്തനത്തിന്റെ ഒരു സന്ദേശം നൽകി മുന്നോട്ട് പോയ ഒരു പരിവർത്തനവാദി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു കേരളത്തിന് തീരാ നഷ്ടമാണ്. ഞാനുമായി വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമാണ് എനിക്ക്
ആ പ്രിയപ്പെട്ട സാനുമാഷയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും സാനുമാഷെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് 99 വയസ്സിലേക്ക് അടുക്കുന്ന പ്രായമാവുമ്പോൾ പോലും അദ്ദേഹം സജീവമായി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ വേദികളിൽ കണ്ടില്ലെങ്കിലും അഭിപ്രായം തേടി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുമായിരുന്നു, അല്ലെങ്കിൽ സാനുമാഷിൻ്റെ ഒരു ലേഖനം കാണുമായിരുന്നു. അങ്ങനെ ഇത്രയേറെ കർമ്മനിരതമായൊരു ജീവിതം, അദ്ദേഹത്തിൻ്റെ ശിഷ്യവൃന്ദം എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, കണക്കെടുക്കാൻ കഴിയുമോ? പ്രഗത്ഭരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്, ശിഷ്യരായി എല്ലാവരും ആദരവോടെ ഒരേപോലെ സാനുമാഷ് എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അസാധ്യമെന്ന് തോന്നുന്ന ഒരു ജീവിതം അല്ലേ? തീർച്ചയായും അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽ ശക്തിയാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് എവിടെയൊക്കെ ദിശാബോധം നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കടന്നു വരാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കൊരു വലിയ നഷ്ടമാണ്, അപരിഹാര്യമായ നഷ്ടമാണ്. വളരെ നന്ദി ശ്രീ വി എം സുധീരൻ. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ CR നീലകണ്ഠൻ, സാനുമാഷുണ്ട്